നമസ്കാരം, PS ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2021 മുതൽ 2024 വരെ കാലഘട്ടങ്ങളിൽ നടന്ന LGS ലെവൽ പരീക്ഷകളും അവയുടെ ഉത്തരങ്ങളും അനുബന്ധ വസ്തുതകളുമാണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, 2021-24 കാലഘട്ടങ്ങളിൽ നടന്ന LGS ലെവൽ പരീക്ഷകളും ഉത്തരങ്ങളും അനുബന്ധ വസ്തുതകളും. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 127/21 എന്ന് പറയുന്ന നമ്മുടെ LGS മെയിൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായി ഇന്ത്യയിൽ നിയമം മൂലം ബ്രിട്ടീഷുകാർ നിരോധിച്ച അനാചാരങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വിധവ പുനർവിവാഹ നിരോധനം, ഓപ്ഷൻ ബി അടിമത്തം നിരോധിച്ചു, ഓപ്ഷൻ സി സതി നിരോധിച്ചു, ഓപ്ഷൻ ഡി ശൈശവ വിവാഹം നിരോധിച്ചു. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാ? 2, 3, 4 മാത്രമാണ്. വിധവ പുനർവിവാഹം നിരോധിച്ചോ ബ്രിട്ടീഷുകാർ? ഇല്ല. പകരം അവർ എന്താ ചെയ്തത്? വിധവ പുനർവിവാഹത്തിന് അവര് ഒരുപാട് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. അപ്പൊ നമുക്കൊന്ന് തിരുത്തി വായിക്കാം. വിധവ പുനർവിവാഹത്തിനെ ബ്രിട്ടീഷുകാർ പ്രോത്സാഹിപ്പിച്ചു. അടിമത്തത്തെ തീർച്ചയായിട്ടും ബ്രിട്ടീഷുകാർ നിരോധിച്ചിരുന്നു. അതുപോലെ സതി നിരോധിച്ചു, ശൈശവ വിവാഹം നിരോധിച്ചു. ഇത്രയും ആരാ ചെയ്തത്? ബ്രിട്ടീഷുകാര് നിയമം മൂലം ഇന്ത്യയിൽ നിരോധിച്ച അനാചാരങ്ങളായിരുന്നു. ഈ സതി നിരോധിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരോടൊപ്പം കൈകോർത്ത നവോത്ഥാന നായകൻ ആരായിരുന്നു സുഹൃത്തുക്കളെ? അത് വേറെ ആരുമല്ല, രാജാറാം മോഹൻ റോയ് ആയിരുന്നല്ലേ. അത് നമ്മളൊന്ന് ഓർത്തു വെച്ചോളണം. അപ്പോൾ സതി നിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരുമായിട്ട് കൈകോർത്ത നമ്മുടെ ഇന്ത്യയുടെ നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജാറാം മോഹൻ റോയ് ആണ്. അതുകൂടെ ഒന്ന് ഓർത്തു വെക്കുക. രണ്ടാമത്തെ ചോദ്യം, ഗാന്ധിജി ഇടപെട്ട പ്രാദേശിക സമരങ്ങളിൽ പെടാത്തവ തിരഞ്ഞെടുക്കുക. നമുക്ക് നോക്കാം. അഹമ്മദാബാദിലെ തുണിമിൽ സമരം ഗാന്ധിജി പങ്കെടുത്തിരുന്നു. ഖേദയിലെ കർഷക സമരം ഗാന്ധിജി പങ്കെടുത്തിരുന്നു. തെലുങ്കാന സമരത്തിൽ ഗാന്ധിജി ഉണ്ടായിരുന്നോ? ഇല്ല. തെലുങ്കാന സമരം എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? തെലുങ്ക് സംസാരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ അവർക്ക് സ്വന്തമായിട്ടൊരു സംസ്ഥാനം വേണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നടത്തിയ സമരമാണ് തെലുങ്കാന സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് ഈ ഇടയ്ക്കാണ് നടന്നത്. അതുകൊണ്ട് അതിൽ ഗാന്ധിജി ഉൾപ്പെടില്ല. അതുപോലെ തന്നെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗവുമല്ല. ആരാണ് ഗാന്ധിജി? ഗാന്ധിജി സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലായിരുന്നു. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് ചോദിച്ചാൽ അത് 3ഉം 4ഉമാണ്. കാരണം ഗാന്ധിജി പങ്കെടുക്കാത്ത സമരം ഏതെന്നാണ് ചോദിച്ചിരുന്നത്. അതുകൊണ്ട് ഇവിടെ ഉത്തരം ഏതാണ്? 3ഉം 4ഉമാണ്. ഇനി നമുക്ക് PSCയുടെ സ്ഥിരം ചോദ്യ മേഖലയായിട്ടുള്ള അഹമ്മദാബാദിലെ തുണിമിൽ സമരത്തെ കുറിച്ച് പഠിക്കാം. ഏതൊരു LGSന്റെ പ്രിലിമിനറി ആയിക്കോട്ടെ മെയിൻ എക്സാം ആയിക്കോട്ടെ സ്ഥിരം ചോദ്യ സാന്നിധ്യമാണ് ഗാന്ധിജിയുടെ അഹമ്മദാബാദിലെ തുണിമിൽ സമരം. അഹമ്മദാബാദിലെ തുണിമിൽ സമരം നടന്ന വർഷം 1918. പഠിച്ചോളണേ. അറിഞ്ഞൂടാത്ത സുഹൃത്തുക്കൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചോളണേ. അഹമ്മദാബാദിലെ തുണിമിൽ സമരം നടന്ന വർഷം എത്രയാണ്? 1918. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ സുഹൃത്തുക്കളെ? അഹമ്മദാബാദിലെ തുണിമിൽ സമരത്തിൽ വെച്ചായിരുന്നു ഗാന്ധിജി ആദ്യമായി നിരാഹാര സമരം ആരംഭിച്ചത്. അപ്പോ ഗാന്ധിജി ആദ്യമായി നിരാഹാര സമരം ആരംഭിച്ചത് ഏതു സമരത്തിന്റെ ഭാഗമായിരുന്നു? അഹമ്മദാബാദിലെ തുണിമിൽ സമരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. ഇനി എന്തിനാ അഹമ്മദാബാദിലെ തുണിമിൽ സമരം നടന്നതെന്ന് ചോദിച്ചാല് നമ്മുടെ പ്ലേഗ് ബാധിച്ച സമയത്തായിരുന്നു ഈ അഹമ്മദാബാദിലെ തുണിമിൽ സമരം നടക്കുന്നത്. ഈ പ്ലേഗ് ബാധയെ തുടർന്ന് അഹമ്മദാബാദിലുള്ള തുണിമില്ലുകളിൽ നിന്ന് തുണിത്തരങ്ങൾ എങ്ങോട്ട് കടത്തിവിടാൻ പറ്റിയില്ല? ഈ പറയുന്ന ബ്രിട്ടനിലേക്ക് ബ്രിട്ടീഷുകാർക്ക് കടത്തിവിടാൻ പറ്റാത്തത് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചു. ഇതിന്റെ ഭാഗമായിട്ട് അവിടുത്തെ ജനങ്ങള് 35% അവരുടെ ശമ്പളത്തില് വേതന വർധനവ് വേണം എന്നെന്ത് ചെയ്തു? പ്രഖ്യാപിച്ചു. ഇതെന്ത് ചെയ്തില്ല? ബ്രിട്ടീഷുകാര് അംഗീകരിച്ചില്ല. ഇതിന് തുടർന്ന് നടന്ന സമരമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? അഹമ്മദാബാദിലെ തുണിമിൽ സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ഈ ഭാഗത്ത് നിന്ന് സുഹൃത്തുക്കൾ പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടി അഹമ്മദാബാദിലെ തുണിമിൽ സമരം പറഞ്ഞു തരാം. 1918 അഹമ്മദാബാദിലെ തുണിമില്ലിലെ ജനങ്ങൾ നടത്തിയ സമരം അറിയപ്പെടുന്ന അല്ലെങ്കിൽ തൊഴിലാളികൾ നടത്തിയ സമരം അറിയപ്പെടുന്ന പേരാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം എന്നുള്ളത്. ഇവിടെ വെച്ചാണ് ഗാന്ധിജി ആദ്യമായിട്ട് നിരാഹാര സമരം ആരംഭിക്കുന്നത്. അപ്പോ PSCയുടെ സ്ഥിരം ചോദ്യം പിന്നെയും വന്നിരിക്കുന്നു. ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സമരം എന്ന് ചോദിച്ചാൽ അത് അഹമ്മദാബാദിലെ തുണിമിൽ സമരമായിരുന്നു. ഇനി എന്തിനു വേണ്ടിയാ സമരം നടത്തിയത്? പ്ലേഗ് ബോണസിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രിട്ടനിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗിന്റെ ഭാഗമായിട്ട് ഒരുപാട് തുണിത്തരങ്ങൾ അഹമ്മദാബാദിൽ കെട്ടിക്കിടന്നു. ബ്രിട്ടീഷുകാർക്ക് അത് കൃത്യമായ സമയത്ത് വിൽപ്പന നടത്താൻ കഴിഞ്ഞില്ല. ഇതിന്റെ ഭാഗമായിട്ട് ഈ അഹമ്മദാബാദിലെ തുണിമില്ലിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ട് ഏർപ്പെട്ടു. അവരെന്ത് ചെയ്തു? 35%
അവരുടെ വേതനത്തിന് വർധനവ് വേണമെന്ന് ബ്രിട്ടീഷുകാരോട് അഭിപ്രായപ്പെട്ടു. ബ്രിട്ടീഷുകാർ ഇതിനെ എതിർക്കുകയും ഇതിന്റെ ഭാഗമായിട്ട് അഹമ്മദാബാദിലെ തുണിമില്ലിലുണ്ടായിരുന്ന തൊഴിലാളികൾ നടത്തിയ സമരം അറിയപ്പെടുന്ന പേരാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം എന്ന്. ഇതൊന്ന് ഓർത്തു വെക്കുക. ഇനി രണ്ടാമതായിട്ട് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് പഠിക്കേണ്ടത് ഒന്നാണ് ഖേദയിലെ കർഷക സമരം. ഇതും സ്ഥിരം ചോദ്യമാണ്. ഖേദയിലെ കർഷക സമരം. ഖേദയിലെ കർഷക സമരം ഗാന്ധി നടത്തിയ വർഷം എത്രയാ സുഹൃത്തുക്കളെ? അതും 1918 തന്നെയാണ് കേട്ടോ. ഖേദയിലെ കർഷക സമരം നടന്ന വർഷം ചോദിച്ചാല് 1918 പക്ഷെ ഇവിടെ നിന്ന് PSC ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഖേദയിലെ കർഷക സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ അനുഗമിച്ച 2 വ്യക്തികളുടെ പേര് പഠിക്കണം. അതിൽ ഒരു വ്യക്തിയുടെ പേര് സ്ഥിരം PSC ചോദിക്കുന്നതാണ്. അതാണ് സർദാർ വല്ലഭായ് പട്ടേൽ അഥവാ SVP. മറക്കല്ലേ, സർദാർ വല്ലഭായ് പട്ടേൽ ഗാന്ധിജിയോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു സമരത്തിൽ പങ്കെടുത്തത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ഖേദയിലെ കർഷക സമരത്തിലാണ്. വർഷം 1918 അതിനോടൊപ്പം തന്നെ പഠിക്കേണ്ട മറ്റൊരു പേരാണ്, ഓർത്തു വെക്കുക, ഇന്ദുലാൽ യാഗ്നിക്. ഇന്ദു എന്ന് ഓർത്തു വെച്ചിരുന്നാലും മതി. ഇന്ദുലാൽ യാഗ്നിക് എന്ന് പറയുന്ന വ്യക്തിത്വം എന്തിന്റെ ഉണ്ടായിരുന്നു? ഈ ഖേദയിലെ കർഷക സമരത്തിലെ ഗാന്ധിജിയോടൊപ്പം അനുഗമിച്ചിരുന്നു. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചോളണം, ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഒരു പോയിന്റ് കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കണം. അദ്ദേഹം തന്റെ വക്കീൽ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് ഗാന്ധിജിയോടൊപ്പം പ്രവർത്തിക്കാൻ ഇറങ്ങിയത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ഈ പറയുന്ന ദേശീയ സമര പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങിയതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ ഖേദയിലെ കർഷക സമരമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒന്ന് ഓർത്ത് വെച്ചോളണേ. അപ്പൊ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഒന്നുമില്ല, ഖേദയിലെ കർഷക സമരം നടന്ന വർഷം 1918. ഖേദയിലെ കർഷക സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജിയോടൊപ്പം അനുഗമിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? 2 പ്രധാനപ്പെട്ട വ്യക്തികളാണ്. അതിൽ ഒരാൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ആ വ്യക്തിത്വമാരാ? സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. അദ്ദേഹത്തിനോടൊപ്പം അനുഗമിച്ച മറ്റൊരു വ്യക്തി ആരാണ്? അത് ഇന്ദുലാൽ യാഗ്നിക്കാണ്. ആരാണ്? ഇന്ദുലാൽ യാഗ്നിക്കാണ്. ഇന്ദുലാൽ യാഗ്നിക്ക് അങ്ങനെ PSC ചോദിച്ചിട്ടില്ല. പക്ഷെ സർദാർ വല്ലഭായ് പട്ടേൽ സ്ഥിരം എടുത്ത് ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് നമ്മൾ അത് പഠിക്കണം. ഇവിടെ നിന്ന് മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താ സുഹൃത്തുക്കളെ പറഞ്ഞത്? സർദാർ വല്ലഭായ് പട്ടേൽ തന്റെ വക്കീൽ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് ദേശീയ പ്രസ്ഥാനത്തിലേക്ക് എത്തിയത് ഏത് സമരത്തിന്റെ ഭാഗമായിട്ടെന്ന് ചോദിച്ചാൽ അത് ഖേദയിലെ കർഷക സമരത്തിന്റെ ഭാഗമായിട്ടാണ്. അതുകൂടെ സുഹൃത്തുക്കളെന്ന് ഓർത്തു വെക്കുക. മൂന്നാമത്തെ ചോദ്യം, ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ഇവിടെ പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത് എന്താണ് നേതൃത്വം നൽകിയവരും കൊടുത്തിട്ടുണ്ട്. യങ് ഇന്ത്യ ഹരിജൻ ദാദാഭായ് നവറോജി ആണോ സുഹൃത്തുക്കളെ? തെറ്റാണ്. ആരാണത്? അത് നമ്മുടെ ഗാന്ധിജിയാണ് അല്ലെ. ഗാന്ധിജി ആരംഭിച്ച പത്രമാണ് യങ് ഇന്ത്യയും അതുപോലെ ഹരിജൻ എന്ന് പറയുന്നത്. കേസരി മറാത്ത ബാലഗംഗാധര തിലക്. ശരിയാണ്. കേസരി മറാത്ത ആരുടെ പത്രമാ? ബാലഗംഗാധര തിലകിന്റെ പത്രമാണ്. വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് സുരേന്ദ്രനാഥ് ബാനർജിയുടെ പത്രമാണോ? അല്ല. പിന്നെ ആരുടെ പത്രമാ? അത് ദാദാഭായ് നവറോജിയുടെ പത്രമാണ് കേട്ടോ. ഓർത്തോളണേ, ദാദാഭായ് നവറോജിയുടെ പത്രമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? വോയിസ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി വന്ദേ മാതരം എന്നുള്ള പത്രം പുറത്തിറക്കിയത് ലാല ലജ്പത് റായി ആണ്. അതും ശരിയാണ്. ഇപ്പോ നമ്മൾ പറഞ്ഞിരിക്കുന്ന ജോഡികളെല്ലാം നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. ഒന്നുകൂടെ വായിക്കാം സുഹൃത്തുക്കൾ, ശ്രദ്ധിക്കുക. യങ് ഇന്ത്യ, ഹരിജൻ എന്നീ പത്രങ്ങൾ പുറത്തിറക്കിയത് ഗാന്ധിജിയാണ്. കേസരി മറാത്ത പത്രങ്ങൾ പുറത്തിറക്കിയത് ബാലഗംഗാധര തിലകാണ്. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം പുറത്തിറക്കിയത് ദാദാഭായ് നവറോജിയാണ്. തെറ്റിപ്പോവരുത്. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം പുറത്തിറക്കിയത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. വന്ദേ മാതരം എന്ന പത്രം പുറത്തിറക്കിയത് ലാല ലജ്പത് റായി ആണ്. വന്ദേ മാതരം എന്ന പത്രം പുറത്തിറക്കിയത് ആരാ? ലാല ലജ്പത് റായി ആണ്. സുഹൃത്തുക്കൾ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. നാലാമത്തെ ചോദ്യം, വെനിസ്വല, കൊളംബിയ, ഇക്വഡോർ, പെറു തുടങ്ങിയ രാജ്യങ്ങളിലെ സ്പെയിനിന്റെ ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ചതാരാണ്? ഉത്തരം സൈമൺ ബൊളിവർ ആണ് കേട്ടോ. വെനിസ്വല, കൊളംബിയ, ഇക്വഡോർ, പെറു തുടങ്ങിയ രാജ്യങ്ങളെ സ്പെയിനിന്റെ ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ചതാണെന്ന് ചോദിച്ചാൽ അത് സൈമൺ ബൊളിവർ ആണ്. ഈ വെനിസ്വല, കൊളംബിയ, ഇക്വഡോർ, പെറു രാജ്യങ്ങളുടെ പ്രത്യേകത എന്താ സുഹൃത്തുക്കളെ? ഇവയെല്ലാം സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളാണല്ലേ. സൗത്ത് അമേരിക്കൻ കൺട്രീസ് ആണ്. അപ്പോ ഈ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളുടെ വിമോചകൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ അത് സൈമൺ ബൊളിവർ ആണ് കേട്ടോ. പഠിച്ചോണേ, സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളുടെ വിമോചകൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന വ്യക്തിത്വം ആരാണ്? അത് സൈമൺ ബൊളിവർ ആണ്. അഞ്ചാമത്തെ ചോദ്യം, 1956 പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം നിലവിൽ വന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എത്രയാണ്? ഉത്തരം
14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ്. ഇപ്പൊ വീണ്ടും ഇതേ ക്വസ്റ്റ്യൻ തന്നെ ആവർത്തിച്ച് PSC ചോദിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകിച്ച് LGS LDC ഉള്ള സുഹൃത്തുക്കള്. അതുകൊണ്ടാണ് ഈ ഒരു പോർഷൻ നമ്മൾ ഇപ്പോൾ എടുത്തത്. 1956 പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം നിലവിൽ വന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും എണ്ണം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണെന്ന് നിലവിൽ വന്നത്. ഈ 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും മിക്കുള്ള സുഹൃത്തുക്കൾ മറന്നുപോകും. അതുകൊണ്ടൊന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. ഇതിന്റെ ഭാഗമായി നമുക്ക് കുറച്ച് പോയിന്റ്സ് നോക്കാനുണ്ട് സുഹൃത്തുക്കളെ. ഈ സംസ്ഥാന പുനഃസംഘടന എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു വ്യക്തിത്വത്തിന്റെ പേരുണ്ടല്ലേ, അത് ആരാ സുഹൃത്തുക്കളെ? നമ്മുടെ ഫസൽ അലിയാണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫസൽ അലി കമ്മീഷനാണ് എന്ത് ചെയ്തത്? സംസ്ഥാന പുനഃസംഘടനാ നിയമമൊക്കെ കൊണ്ടുവന്നത് കേട്ടോ. അപ്പൊ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമത്തിന്റെ കമ്മീഷൻ ആരെന്ന് ചോദിച്ചാൽ അത് ഫസൽ അലിയാണ്. സ്ഥിരം PSCയുടെ ക്വസ്റ്റ്യൻ ആണ്. അതിനോടൊപ്പം അദ്ദേഹത്തിനോട് പ്രവർത്തിച്ച ഒരു മലയാളി ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം ആരായിരുന്നു? അതായിരുന്നു സർദാർ KM പണിക്കർ കേട്ടോ. ആരാണ്? സർദാർ KM പണിക്കർ എന്നുള്ളത് അതും നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. അതിനോടൊപ്പം മറ്റൊരു വ്യക്തിത്വത്തിന്റെ പേര് കൂടി PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അത് ആരാ സുഹൃത്തുക്കളെ? അതാണ് HN കുൻസ്രു. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചേ ഉള്ളൂ, HN കുൻസ്രു. ഓക്കെ ആണ് സുഹൃത്തുക്കളെ. ഒന്നുകൂടെ പറയാം, 1956 പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം നിലവിൽ വന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും. ഇനി ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടന എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന വ്യക്തിത്വമാരാ? ഫസൽ അലിയാണ്. കാരണം എന്താണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് ഫസൽ അലി ആയിരുന്നു. അതിൽ ഉൾപ്പെട്ടിരുന്ന മലയാളി വ്യക്തിത്വം ആരായിരുന്നു? സർദാർ KM പണിക്കരായിരുന്നു. അതുപോലെ PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന വ്യക്തിത്വമായിരുന്നു HN കുൻസ്രു എന്ന് പറയുന്നത്. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചോളൂ HN കുൻസ്രു. അതിനകത്ത് HN പകരം പേര് മാറ്റിയാണ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് ഇനിഷ്യൽ സഹിതം പഠിച്ചു വെച്ചോളണം. ആരൊക്കെയാണ്? ഫസൽ അലി, സർദാർ KM പണിക്കര്, അതുപോലെ HN കുൻസ്രു. മറക്കരുത്. ആറാമത്തെ ചോദ്യം, കേരളത്തിൽ നടന്ന മൂക്കുത്തി സമരവും അച്ചിപ്പുടവ സമരവും നയിച്ചതാരെന്ന് ചോദിച്ചാൽ ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് കേട്ടോ. കേരളത്തിൽ നടന്ന മൂക്കുത്തി സമരവും അച്ചിപ്പുടവ സമരവും നയിച്ചതാരെന്ന് ചോദിച്ചാൽ ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ഈ ആറാട്ടുപുഴ വേലായുധ പണിക്കരെ തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാലും നമ്മുടെ ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് കേട്ടോ. എന്താണ്? കേരളത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷിയായിട്ടുള്ള നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ അതും ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ഇനി ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ യഥാർത്ഥ നാമം ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചേക്കുക. കല്യാശ്ശേരി വേലായുധ ചേകവർ എന്നാണ്. മറക്കരുത്. എന്താണ്? കല്യാശ്ശേരി വേലായുധ ചേകവർ എന്നാണ്. ഓർത്തു വെച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ യഥാർത്ഥ നാമം ഒരുപാട് തവണ PSC പ്രീവിയസ് കാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അതായത് 2019 മുമ്പ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പഠിക്കണം. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ യഥാർത്ഥ നാമം എന്താ സുഹൃത്തുക്കളെ? അത് കല്യാശ്ശേരി വേലായുധ ചേകവർ എന്നായിരുന്നു. കല്യാശ്ശേരി വേലായുധ ചേകവർ എന്നായിരുന്നു. ഇനി PSC ചോദിക്കാൻ സാധ്യതയുള്ള 2 പോയിന്റുകൂടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞുതരാം സുഹൃത്തുക്കളെ. വേറൊന്നുമില്ല, ഈ മൂക്കുത്തി സമരം നടന്നത് എവിടെയാ സുഹൃത്തുക്കളെ? മൂക്കുത്തി സമരം നടന്ന ഇപ്പോഴത്തെ പ്രദേശം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തു വെച്ചേക്കുക, അത് നമ്മുടെ പന്തളത്തായിരുന്നു കേട്ടോ. എവിടെയാണ്? പന്തളത്ത് വെച്ചായിരുന്നു. ഓർത്തോളനെ, ഇമ്പോർട്ടന്റ് ആണ്. പന്തളത്ത് വെച്ചായിരുന്നു മൂക്കുത്തി സമരം നടന്നത്. അച്ചിപ്പുടവ സമരം നടന്നത് എവിടെയാ? അച്ചിപ്പുടവ സമരം നടന്നത് നമ്മുടെ കായംകുളത്ത് വെച്ചാണ്. ഓർത്തു വെച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. മറക്കരുത്. മൂക്കുത്തി സമരം നടന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പന്തളത്തും, അതുപോലെ തന്നെ അച്ചിപ്പുടവ സമരം നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് കായംകുളത്തുമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിൽ നടന്ന മൂക്കുത്തി സമരവും അച്ചിപ്പുട സമരവും നയിച്ചതാരെന്ന് ചോദിച്ചാൽ ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. കേരളത്തിൽ ആദ്യമായി രക്തസാക്ഷിത്വം വഹിച്ച നവോത്ഥാന നായകനാരെന്ന് ചോദിച്ചാൽ അത് ആറാട്ടുപുഴ വേലായുധ പണിക്കരായിരുന്നു. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ യഥാർത്ഥ നാമം ചോദിച്ചു കഴിഞ്ഞാൽ അത് കല്യാശ്ശേരി വേലായുധ ചേകവർ എന്നായിരുന്നു. കേരളത്തിൽ മൂക്കുത്തി സമരം നടന്ന പ്രദേശം എവിടെയും ചോദിച്ചാൽ പന്തളമാണ്. കേരളത്തിൽ അച്ചുപുടവ സമരം നടന്ന ഇപ്പോഴത്തെ പ്രദേശം എന്ന് ചോദിച്ചാൽ അത് കായംകുളമാണ്. പഠിച്ചു വെക്കുക. ഏഴാമത്തെ ചോദ്യം, ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ സൂര്യൻ വരുന്ന ദിവസം അല്ലെങ്കിൽ ദിവസങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും 2 ദിവസങ്ങളിലാണ് നമ്മുടെ ഭൂമധ്യരേഖയ്ക്ക് നേരെയായിട്ട് അല്ലെങ്കിൽ നേരെ മുകളിലായിട്ട് സൂര്യൻ വരുന്നത്. അപ്പൊ അവിടെ എന്താ സുഹൃത്തുക്കളെ പ്രത്യേകത ഉണ്ടാവുന്നത്? ശ്രദ്ധിക്കുക സുഹൃത്തുക്കൾ ചിത്രത്തിലോട്ട്. ഇതൊരു ഭൂമിയാണെന്ന് കരുതുക. ഭൂമിയുടെ സെന്ററിലൂടെയാണല്ലോ ആര് കടന്നു പോകുന്നത്?
ഭൂമധ്യരേഖ അല്ലെങ്കിൽ ഇക്വറ്റോർ കടന്നു പോകുന്നത്. ഇതിന് നേരെയായിട്ടാണ് നമ്മുടെ സൂര്യൻ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? സൂര്യന്റെ പ്രകാശം എന്ന് പറയുന്നത് തുല്യ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുമല്ലേ സുഹൃത്തുക്കളെ? തുല്യമായിട്ട് ഭൂമധ്യരേഖയുടെ മുകളിലും താഴെയും കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്തായിരിക്കും എന്ത് പോകുന്നത്? സൂര്യപ്രകാശം പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് എന്ത് കിട്ടും? പകലും കിട്ടും, രാത്രിയും കിട്ടും. അതായത് തുല്യ പകലും തുല്യ രാത്രിയും കിട്ടും എന്നർത്ഥം. ഓക്കെ ആണേ? ഒന്നുകൂടെ പറയാം, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിൽ സൂര്യൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം കൃത്യമായിട്ട് ഭൂമിയുടെ രണ്ട് അർദ്ധഗോളത്തിലും ഒരുപോലെ സൂര്യപ്രകാശം ലഭിക്കും. ഓക്കെ അല്ലേ? അത്രയും. ഇങ്ങനെ സൂര്യപ്രകാശം ലഭിച്ചാലുള്ള പ്രത്യേകത എന്താണ്? രാത്രിക്കും പകലിനും തുല്യ അളവായിരിക്കും. അതായത് രാത്രി എത്ര സമയമുണ്ടോ അത്രയും സമയം എന്തുമുണ്ടായിരിക്കും? പകലും ഉണ്ടായിരിക്കും. ഇതൊന്ന് ഓർത്തു വെച്ചേക്കണം. ഇതിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, അതാണ് PSC ചോദിക്കുന്നത്. അതിന്റെ പേരാണ് സുഹൃത്തുക്കൾ ഓർത്തു വെക്കുക, സമരാത്ര ദിനങ്ങൾ. എന്താണ്? സമരാത്ര ദിനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇല്ലെങ്കിൽ PSC ചോദിക്കും മറ്റൊരു പേര്, അതിന്റെ പേരാണ് വിഷുവങ്ങൾ എന്ന്. എന്ത് പേരിൽ അറിയപ്പെടുന്നത്? വിഷുവങ്ങൾ എന്ന്. ഈ രണ്ടു പേരും അങ്ങ് പഠിച്ചു വെച്ചോളണം, ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ മൊത്തം ഭൂമിയിൽ എത്ര സമരാത്ര ദിനങ്ങളുണ്ട് സുഹൃത്തുക്കളെ? 2 സമരാത്ര ദിനങ്ങളുണ്ട്. അതാണ് മാർച്ച് 21 അതുപോലെ സെപ്റ്റംബർ 23. ഇനി മറന്നു പോവല്ലേ. ഇനി ജൂൺ 21ന്റെ പ്രത്യേകത എന്താ സുഹൃത്തുക്കളെ? ജൂൺ 21 അറിയപ്പെടുന്ന പേരാണ് ഗ്രീഷ്മ അയനാന്തന ദിനം എന്ന് കേട്ടോ. എന്താണ് ഗ്രീഷ്മ അയനാന്ത ദിനം എന്നറിയപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജൂൺ 21. അതുപോലെ ഡിസംബർ 22ന്റെ പ്രത്യേകത എന്താണ്? അതാണ് ശൈത്യ അയനാന്ത ദിനം. അറിയാലോ, ഡിസംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൈത്യകാലം അല്ലേ സുഹൃത്തുക്കളെ? അപ്പോ ശൈത്യ അയനാന്ത ദിനം എന്നറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് ഡിസംബർ 22. അതുപോലെ തന്നെ ഗ്രീഷ്മ അയനാന്ത ദിനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ജൂൺ 21. 8ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും അന്തരീക്ഷ താപം പ്രസരിക്കുന്ന വിവിധ രീതികൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചാലനം, അതായത് ചാലനത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ അന്തരീക്ഷത്തിലൂടെ താപം പ്രസരിക്കുന്നുണ്ട്. സംവഹനത്തിലൂടെയാണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ അന്തരീക്ഷത്തിൽ താപം പ്രസരിക്കുന്നത്. അതുപോലെ അവിവഹനത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? താപം പ്രസരിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ ബാഷ്പീകരണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു താപപ്രസരണ രീതിയല്ല. ബാഷ്പീകരണം എന്ന് പറയുന്നത് താപപ്രസരണ രീതിയല്ല. എന്താ ബാഷ്പീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ കാണപ്പെടുന്ന ജലം താപം കൊണ്ട് നീരാവിയായിട്ട് അന്തരീക്ഷത്തിലേക്ക് ഉയരുന്ന അവസ്ഥയിലാണ് നമ്മൾ ബാഷ്പീകരണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവിടെ താപം പ്രസരിപ്പിക്കുന്നുണ്ടോ? ഇല്ല, അവിടെ താപപ്രസരണ രീതി നടക്കുന്നില്ല. പ്രധാനമായിട്ടും നമ്മുടെ അന്തരീക്ഷം ചൂട് പിടിക്കുന്നതിന് കാരണം ചോദിച്ചാൽ ഓർത്തു വെച്ചോളണം, അത് സംവഹനമാണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. നമ്മുടെ അന്തരീക്ഷം ചൂട് പിടിക്കുന്നതിന് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അത് സംവഹനമാണ്. അതിനോടൊപ്പം തന്നെ ചാലനം നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവിവഹനവും എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട്. അതുകൂടെ ഒന്ന് ഓർത്തു വെക്കുക. ഇവിടെ നിന്നും PSC ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, സൂര്യനിൽ നിന്നും ഉണ്ടാകുന്ന താപം ഭൂമിയിൽ എത്തുന്നത് എങ്ങനെയെന്ന്. ഉത്തരം എന്താ സുഹൃത്തുക്കളെ? വികിരണമായിട്ട്. പഠിച്ചോളണം, ഇമ്പോർട്ടന്റ് ആണ്. സൂര്യൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം ഭൂമിയിൽ എത്തുന്നത് എങ്ങനെയാണ്? വികിരണം അഥവാ റേഡിയേഷനിലൂടെയാണ്. ഓർത്തു വെക്കുക. ഒന്നുകൂടെ പറയാം സുഹൃത്തുക്കളെ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. സുഹൃത്തുക്കളെ, ചോദ്യം ഇതായിരുന്നു, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും അന്തരീക്ഷത്തിൽ താപം പ്രസരിക്കുന്ന വിവിധ രീതികൾ തിരഞ്ഞെടുക്കാനാണ്. ചാലനത്തിലൂടെ താപം പ്രസരിക്കുന്നുണ്ട് അന്തരീക്ഷത്തില്, സംവഹനത്തിലൂടെ താപം പ്രസരിക്കുന്നുണ്ട്. എവിടെയാണ്? നമ്മുടെ അന്തരീക്ഷത്തില്. അപ്പൊ ഇവിടെ നിന്ന് പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ താപം പ്രസരിക്കുന്നതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ അത് സംവഹനത്തിലൂടെയാണ്. അവിവഹനത്തിലൂടെയും താപം പ്രസരിക്കുന്നുണ്ട്. എവിടെയാണ്? നമ്മുടെ അന്തരീക്ഷത്തില്. എന്നാൽ ബാഷ്പീകരണത്തിലൂടെ താപമൊന്നും പ്രസരിക്കുന്നില്ല. എന്നാൽ ഇവിടെ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്താ? PSC ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, സൂര്യപ്രകാശത്തിലെ താപം ഭൂമിയിൽ എത്തുന്നത് ഏത് രീതിയിലാ? അത് വികിരണം അഥവാ റേഡിയേഷനിലൂടെയാണ്. അത് പഠിച്ചു വെക്കുക. 9ാമത്തെ ചോദ്യം, നാം അധിവസിക്കുന്ന ഭൂമിയും സൗരയൂഥവും ക്ഷീരപഥ ഗാലക്സിയിൽ ഉൾപ്പെട്ടതാണ്. ഇതിന്റെ ആകൃതി എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം സർപ്പിളാകാരാകൃതിയാണ് കേട്ടോ. എന്താണ്? സർപ്പിളാകാരാകൃതിയിലാണ് നമ്മുടെ ക്ഷീരപഥം അഥവാ മിൽക്കി വേ കാണപ്പെടുന്നത്. ഓർത്തോളനെ, മിൽക്കി വേ കാണപ്പെടുന്നത് എങ്ങനെയാണ്? സർപ്പിൾ ആകൃതിയാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും സ്പൈറൽ ഷേപ്പ് എന്നാണ് കേട്ടോ. സ്പൈറൽ ആകൃതിയിലാണെങ്കിൽ സ്പൈറൽ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ സർപ്പിൾ ആകൃതിയിലാണ് ആര് കാണപ്പെടുന്നത്? നമ്മുടെ മിൽക്കി വേ ഗാലക്സി കാണപ്പെടുന്നത്. ഓർക്കുക. 10ാമത്തെ ചോദ്യം, കൂട്ടത്തിൽപ്പെടാത്തത് തിരഞ്ഞെടുക്കുക. ഉത്തരം ചിനൂക്കാണ് കേട്ടോ. കൂട്ടത്തിൽപ്പെടാത്തത് തിരഞ്ഞെടുക്കുക. ഉത്തരം ചിനൂക്കാണ്. ചിനൂക്കിന് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ സുഹൃത്തുക്കളെ? മഞ്ഞ് തിന്നുന്നവൻ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിനൂക്കാണ്.
മഞ്ഞ് തിന്നുന്നവൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ചിനൂക്കാണ്. ഇനി ചിനൂക്ക് ഏത് പർവ്വനിരയെ ചുറ്റിയാണ് അമേരിക്കയിൽ എത്തുന്ന സുഹൃത്തുക്കളെ? അതും നമുക്കറിയാം. റോക്കി പർവ്വനിരയെ ചുറ്റി അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്ന ഉഷ്ണക്കാറ്റാണ് ആര്? ചിനൂക്ക്. അപ്പൊ ചിനൂക്ക് എന്ന് പറയുന്നത് എന്താണ്? ഉഷ്ണക്കാറ്റാണ്. ഇവിടെ വെച്ചങ്ങ് പഠിച്ചോളണേ. ചിനൂക്ക് എന്താണ്? ഒരു ഉഷ്ണക്കാറ്റാണ്. ഇനി ചിനൂക്കിനെ എന്തിനാ സുഹൃത്തുക്കളെ മഞ്ഞ് തിന്നുന്നവൻ എന്ന് പറയുന്നത്? കാരണം ഈ ചിനൂക്ക് എന്ന് പറയുന്നത് തണുപ്പ് വന്നു തുടങ്ങുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ എവിടെ എത്തുന്നത്? അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് എത്തുന്നത്. ഇവൻ നേരെ ആദ്യം എങ്ങോട്ടാ എൻട്രി ചെയ്യുന്നതെന്ന് ചോദിച്ചാല് റോക്കി പർവ്വനിരയെ ഒന്ന് ചുറ്റി ഒന്ന് ചൂടായി നേരെ എന്ത് ചെയ്യുന്നു? താഴേക്ക് റോക്കി പർവ്വനിരയുടെ താഴ്വരയെ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ കനേഡിയൻ സമതലങ്ങളിലേക്കാണ് അവൻ ആദ്യം എത്തുന്നത്. ആ സമയത്ത് കാനഡയിൽ അല്ലെങ്കിൽ കനേഡിയൻ സമതലത്തില് പ്രധാനമായിട്ടും ഗോതമ്പ് കൃഷി ചെയ്ത് വിളവെടുക്കാൻ നിൽക്കുന്ന സമയമായിരിക്കും. ഈ സമയത്ത് ഈ ചിനൂക്ക് എന്ന് പറയുന്ന കാറ്റെത്തുകയും അതോടുകൂടി ഗോതമ്പിന്റെ വിളവ് ഇരട്ടിയായിട്ട് വർദ്ധിക്കുകയും ചെയ്യും. കാരണം ഈ ഗോതമ്പിന് ആവശ്യമായതിനേക്കാൾ താഴെയുള്ള താപനിലയായിരിക്കും ആ സമയത്ത് കനേഡിയൻ സമതലങ്ങളിൽ ഉള്ളത്. ഈ ചിനൂക്ക് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നല്ല ഉഷ്ണക്കാറ്റാണ് അല്ലെ. അതുകൊണ്ട് തന്നെ നല്ല ചൂട് കൂടിയ താപനിലയിലുള്ള കാറ്റിങ്ങനെ വീശുന്നതുകൊണ്ട് ആ പ്രദേശത്തെ മഞ്ഞിന് എന്ത് ചെയ്യും? ഒരു ശമനം ഉണ്ടാവുകയും ഇത് അവിടുത്തെ ഗോതമ്പ് കൃഷിയെ ഒരുപാട് സ്വാധീനിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ കൂടുതൽ വിളവ് ലഭിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് അതുകൂടെ സുഹൃത്തുക്കൾ ഓർത്തു വെക്കുക. ചിനൂക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഗോതമ്പ് കൃഷിയെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. എവിടത്തെ ഗോതമ്പ് കൃഷിയാ? കാനഡയിലെ ഗോതമ്പ് കൃഷിയെ ഒരുപാട് സഹായിക്കുന്നത് ആരാണ്? ചിനൂക്കാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കൂട്ടത്തിൽപ്പെടാത്ത പ്രാദേശിക വാദം കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ചിനൂക്കാണ്. ചിനൂക്ക് എന്ന് പറയുന്നത് ഒരു ഉഷ്ണക്കാറ്റാണ്. മഞ്ഞു തിന്നുന്നവൻ എന്ന അർത്ഥമുള്ള കാറ്റ് എന്ന് ചോദിച്ചാൽ ചിനൂക്കാണ്. ചിനൂക്ക് വീശുന്ന പർവ്വത താഴ്വര ഏതാണ്? റോക്കി പർവ്വത താഴ്വരയാണ്. ചിനൂക്ക് ആദ്യമായിട്ട് റോക്കി പർവ്വതത്തെ ചുറ്റിയിട്ട് നേരെ എത്തുന്നത് എവിടെയാണ്? കനേഡിയൻ സമതലങ്ങളിലാണ്. കനേഡിയൻ സമതലങ്ങൾ ആ സമയത്ത് തണുപ്പ് കൂടുതലായിരിക്കും. ഈ തണുപ്പ് കുറയ്ക്കാനായിട്ട് ചിനൂക്ക് എന്ന് പറയുന്ന ഉഷ്ണക്കാറ്റ് സഹായിക്കുകയും ഇതിലൂടെ അവിടെയുള്ള ഗോതമ്പ് കൃഷിയുടെ വിളവ് വർദ്ധിക്കുന്നതിനും സഹായിക്കുന്നു. പഠിക്കുക. ഇനി എന്താ സുഹൃത്തുക്കളെ മാംഗോ ഷവേഴ്സ് എന്ന് പറഞ്ഞാല്? ഈ ദക്ഷിണേന്ത്യയിൽ വീശുന്ന എവിടെയാണ്? ദക്ഷിണേന്ത്യയിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് അറിയപ്പെടുന്ന പേരാണ് മാംഗോ ഷവർ. ദക്ഷിണേന്ത്യയിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് അറിയപ്പെടുന്ന പേരാണ് മാംഗോ ഷവർ എന്ന് അതുകൂടെ സുഹൃത്തുക്കളൊന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ മാമ്പഴം പൊഴിയുന്നതിന് കാരണമാകുന്ന അല്ലെ മാമ്പൂക്കൾ പൊഴിയുന്നതിന് കാരണമാകുന്ന കാറ്റ് എന്ന് ചോദിച്ചാൽ അതും മാംഗോ ഷവർ ആണ് കേട്ടോ. മാമ്പൂക്കള് പൊഴിയുന്നതിന് കാരണമായിട്ടുള്ള കാറ്റ് എന്ന് ചോദിച്ചാൽ അതും മാംഗോ ഷവർ തന്നെയാണ്. അപ്പൊ അതുകൂടെ സുഹൃത്തുക്കളൊന്ന് ഓർത്തു വെക്കുക. 11ാമത്തെ ചോദ്യം, സുസ്ഥിര ഉപഗ്രഹങ്ങളുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോന്നായി നോക്കാം സുഹൃത്തുക്കളെ. സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ 1/3 ഭാഗം എപ്പോഴും സുസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചോണേ. നമ്മുടെ സുസ്ഥിര ഉപഗ്രഹങ്ങളുടെ സഞ്ചാരപാത എന്ന് പറയുന്നത് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമിയുടെ 1/3 ഭാഗം എപ്പോഴും ആർക്ക് കാണാൻ കഴിയും? സുസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് കാണാൻ കഴിയും. ഭൂമിയുടെ ഭ്രമണ വേഗതയ്ക്ക് തുല്യമായ വേഗതയിൽ സഞ്ചരിക്കുന്നു. ശരിയാണ്. ഭൂമിയുടെ ഭ്രമണ വേഗതയുടെ തുല്യമായ വേഗതയിൽ സഞ്ചരിക്കുന്നവരാണ് ആരെന്ന് പറയുന്നത്? സുസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. കാരണം എന്താ? അതിന് ഈ 36,000 കിലോമീറ്റർ ഉയരം നിന്ന് ഒരു പ്രദേശത്തിന് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഭൂമിയുടെ അതേ വേഗതയിൽ തന്നെ സഞ്ചരിക്കണം. അതുകൊണ്ട് ഭൂമിയുടെ ഭ്രമണ വേഗതയെ തുല്യമായ വേഗതയിലായിരിക്കും ആര് സഞ്ചരിക്കുന്നത്? സുസ്ഥിര ഉപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത്. പ്രദേശത്തിന്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാക്കുന്നു. അത് തെറ്റാണ് കേട്ടോ. പകരം എന്താ സുസ്ഥിര ഉപഗ്രഹങ്ങൾ ചെയ്യുന്നത്? ഒന്ന്, ഒരു പ്രദേശത്തിന്റെ ഒരു വലിയൊരു പ്രദേശത്തിന്റെ കാലാവസ്ഥാ വ്യതിയാനം മനസ്സിലാക്കാനും അതുപോലെ തന്നെ വാർത്താവിനിമയത്തിനുമാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? സുസ്ഥിര ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നത്. പഠിച്ചോളനെ. ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥാ വ്യതിയാനം മനസ്സിലാക്കുന്നതിനും അതുപോലെ തന്നെ ഒരു വലിയ പ്രദേശത്തേക്ക് മുഴുവൻ എന്താണ് നമ്മുടെ വാർത്താവിനിമയം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആര് ഉപയോഗിക്കുന്നത്? സുസ്ഥിര ഉപഗ്രഹങ്ങളെ ഉപയോഗിക്കുന്നത്. അത് സുഹൃത്തുക്കളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതുപോലെ തന്നെ വാർത്താവിനിമയത്തിന് പ്രയോജനപ്പെടുത്തുന്നു ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആ തെറ്റ് നമ്മൾ അങ്ങ് തിരുത്തിയിട്ടുണ്ട്. പഠിച്ചോളനെ. ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടെ പറയാം. സുസ്ഥിര ഉപഗ്രഹങ്ങളുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലായതുകൊണ്ട് തന്നെ 1/3 ഭാഗം, ഭൂമിയുടെ 1/3 ഭാഗം എപ്പോഴും ആർക്ക് കാണാൻ കഴിയും? സുസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് കാണാൻ കഴിയും, അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യാൻ കഴിയും. ഈ പോയിന്റ് ഇങ്ങനെ അങ്ങ് പഠിച്ചു വെക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? ഭൂമിയുടെ ഭ്രമണ വേഗതയ്ക്ക് തുല്യമായ വേഗതയിൽ സഞ്ചരിക്കുന്നു. അതായത് ഈ 36,000 കിലോമീറ്റർ ദൂരെ നിന്ന് ഭൂമിയെ നോക്കുന്നത് കൊണ്ട് തന്നെ ഭൂമിയിൽ ഒരു കൃത്യമായ പ്രദേശത്ത് എപ്പോഴും ആർക്ക് കാണാൻ കഴിയും? സുസ്ഥിര ഉപഗ്രഹത്തിന് കാണാൻ കഴിയും. അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ ഭൂമിയുടെ അതേ വേഗതയിൽ തന്നെ എന്ത് ചെയ്യണം? അവനിങ്ങനെ എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു കൃത്യമായ പ്രദേശത്തിലേക്ക് എപ്പോഴും നോക്കാൻ കഴിയുള്ളൂ. ഏർക്കാണ്? സുസ്ഥിര ഉപഗ്രഹങ്ങൾക്ക്. ഇനി പ്രദേശത്തിന്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണത്തിനാണോ ഉപയോഗിക്കുന്നത്? അത് സുസ്ഥിര ഉപഗ്രഹങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഈ സുസ്ഥിര ഉപഗ്രഹങ്ങൾ എന്തിനാ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാല്, ഒന്നാമത്തെ പോയിന്റ് വാർത്താവിനിമയം, അത് ഓൾറെഡി നമ്മുടെ 4ാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പോയിന്റ് ഓർത്തു വെക്കാനുള്ളത് കാലാവസ്ഥാ വ്യതിയാനം പഠിക്കുന്നതിന് വേണ്ടിയിട്ടോ. എന്തിനാണ്? കാലാവസ്ഥാ വ്യതിയാനം പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇത്രയും സുഹൃത്തുക്കളൊന്ന് ഓർത്തു വെക്കുക. 12ാമത്തെ ചോദ്യം, സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തത് സൈനിക ഭൂപടം എന്ന് പറയുന്നത് സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ്. ഭൂവിനിയോഗ ഭൂപടം എന്ന് പറയുന്നത് എന്തിനുദാഹരണമാണ്? സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ്. രാഷ്ട്രീയ ഭൂപടം എന്ന് പറയുന്നത് സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ്. എന്താ സുഹൃത്തുക്കളെ സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒന്നുമില്ല, ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു പ്രദേശം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ജനങ്ങൾ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുണ്ടാകുന്ന കാര്യങ്ങൾക്കനുസരിച്ചുള്ള മാപ്പുകൾ നമ്മൾ തയ്യാറാക്കുക. ഉദാഹരണമായിട്ട് നമ്മൾ സൈനിക ഭൂപടം തയ്യാറാക്കുന്നു. സൈനിക ഭൂപടം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ പ്രത്യേകത? മുക്കും മൂലയെല്ലാം കൃത്യമായിട്ട് മാർക്ക് ചെയ്തിരിക്കണം, കൃത്യമായിട്ടുള്ള ഉയരമുണ്ടായിരിക്കണം, താഴ്ചകൾ ഉണ്ടെങ്കിൽ താഴ്വാരങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയണം അല്ലെ? അങ്ങനെയുള്ളതാണ് സൈനിക ഭൂപടം എന്ന് പറയുന്നത്. ഇനി ഒരു പ്രദേശത്തുള്ള ജനങ്ങൾ എന്തുമാത്രം ഭൂവിനിയോഗം നടത്തിയെന്നറിയണമുള്ള ഭൂപടവും സാംസ്കാരിക ഭൂപടത്തിന്റെ ഭാഗമാണ്. ഇനി ഒരു രാഷ്ട്രീയ ഭൂപടം തയ്യാറാക്കണമെന്ന് കരുതുക, എങ്കിലും എന്താതും സാംസ്കാരിക ഭൂപടമാണ്. എന്നാൽ കാലാവസ്ഥാ ഭൂപടം എന്ന് പറയുന്നത് സാംസ്കാരിക ഭൂപടത്തിന്റെ ഭാഗമല്ല കേട്ടോ. അതുകൂടെ ഒന്ന് ഓർത്തു വെക്കുക. കാലാവസ്ഥാ ഭൂപടം എന്ന് പറയുന്നത് സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണമായിട്ട് വരില്ല. അപ്പോൾ സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയെന്ന് ചോദിച്ചാല് സൈനിക ഭൂപടം, ഭൂവിനിയോഗ ഭൂപടം, രാഷ്ട്രീയ ഭൂപടം എന്നിവയാണ് പഠിക്കുക. 13ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ നബാർഡുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ തെറ്റ് നമുക്കങ്ങ് തിരുത്താം. ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സ്ഥാപിക്കപ്പെട്ടത്. പഠിച്ചോണേ, നബാർഡ് സ്ഥാപിക്കുന്നതിന് കാരണമായത് ഏത് കമ്മിറ്റിയുടെ ശുപാർശയാണ്? ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശയാണ്. കൃഷി ഗ്രാമവികസനത്തിന് വേണ്ടിയുള്ള ദേശീയ ബാങ്ക് എന്നറിയപ്പെടുന്നത് നബാർഡാണ്. കൃഷി ഗ്രാമവികസനത്തിന് വേണ്ടിയിട്ടുള്ള ദേശീയ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? നബാർഡാണ്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ്. നബാർഡിന്റെ ആസ്ഥാനം ഏതാണ്? മുംബൈയാണ്. ഇനി വ്യവസായ വായ്പകൾ നൽകുന്ന പരമോന്നത ബാങ്ക് നബാർഡ് ആണോ? അല്ല, അത് തെറ്റാണ് കേട്ടോ. വ്യവസായ വായ്പകൾ നൽകുന്ന പരമോന്നത ബാങ്ക്, അങ്ങനെ ഒരു ബാങ്ക് ഉണ്ടോ സുഹൃത്തുക്കളെ? വ്യവസായ വായ്പകൾ നൽകുന്ന പരമോന്നത ബാങ്ക് ഇല്ല കേട്ടോ. അപ്പൊ എല്ലാ ബാങ്കുകളും വ്യാവസായിക വായ്പ അല്ലെങ്കിൽ ബിസിനസ് ലോണ് നൽകാറുണ്ട്. അപ്പൊ നമുക്കിവിടെ പഠിക്കേണ്ട എന്തൊക്കെയാണ്? നബാർഡുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകളാണ്. അപ്പോൾ 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം സ്ഥാപിക്കപ്പെട്ടതാണ് നബാർഡ് എന്ന് പറയുന്നത്. കൃഷിയും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്ക് എന്നറിയപ്പെടുന്നത് നബാർഡാണ്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ്. നബാർഡ് സ്ഥാപിതമായ വർഷം എത്രയാ സുഹൃത്തുക്കളെ? 1982 ജൂലൈ മാസം 12-ാം തീയതിയാണ്. പഠിച്ചോളനെ, നബാർഡ് സ്ഥാപിതമായ വർഷം 1982 ജൂലൈ മാസം 12-ാം തീയതിയാണ്. അതുപോലെ കേരളത്തിലെ നബാർഡിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. അതുകൂടെ പഠിച്ചോളനെ, കേരളത്തിലെ നബാർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? അത് തിരുവനന്തപുരത്താണ്. ഒന്നുകൂടി പറയാൻ ശ്രദ്ധിക്കുക. താഴെ പറയുന്ന നബാർഡുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് സ്ഥാപിക്കപ്പെട്ടത്. കൃഷിയും ഗ്രാമവികസനത്തിനും വേണ്ടിയിട്ടുള്ള ദേശീയ ബാങ്ക് എന്നറിയപ്പെടുന്നത് നബാർഡാണ്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ്. നബാർഡ് സ്ഥാപിതമായത് 1982 ജൂലൈ മാസം 12-ാം തീയതിയാണ്. നബാർഡിന്റെ കേരളത്തിലെ ആസ്ഥാനം ചോദിച്ചാൽ അത് തിരുവനന്തപുരം ജില്ലയാണ്. പഠിക്കുക. 14ാമത്തെ ചോദ്യം, കേരള പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങൾക്ക് പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സ്വതന്ത്ര അധികാരങ്ങൾ നൽകുന്നതിനായി ഭാരത സർക്കാർ നൽകുന്ന പ്രത്യേക പദവി ഏതെന്ന് ചോദിച്ചാല് ഈ 3 പദവികളും നൽകുന്നുണ്ട്. മഹാരത്ന, നവരത്ന, മിനിരത്ന. ഈ മേൽപ്പറഞ്ഞവയെല്ലാം കേന്ദ്ര പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങൾക്ക് പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സ്വതന്ത്ര അധികാരങ്ങൾ നൽകുന്നതിനായിട്ട് ഭാരത സർക്കാർ നൽകുന്ന പ്രത്യേക പദവികളാണ് കേട്ടോ. ഏതൊക്കെയാ പദവികള്?
മഹാരത്ന, നവരത്ന, മിനിരത്ന എന്നിവയാണ് പഠിക്കുക. 15ാമത്തെ ചോദ്യം, താഴെ പറയുന്ന ജോഡികളിൽ ശരിയായി യോജിക്കുന്നത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ പഞ്ചവത്സര പദ്ധതികളും അവയുടെ ലക്ഷ്യവുമാണ് തന്നിരിക്കുന്നത്. 3ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം വ്യവസായ വികസനമാണോ സുഹൃത്തുക്കളെ? വ്യാവസായിക വികസനമാണോ? അല്ല. 3ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കായിരുന്നു കേട്ടോ. എന്താണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കായിരുന്നു പ്രധാനമായിട്ടും ഊന്നൽ നൽകിയത്. അതുകൊണ്ട് തന്നെ അതൊന്ന് സുഹൃത്തുക്കൾ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. 3ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ഭക്ഷ്യ സ്വയം പര്യാപ്തതയും അതുപോലെ തന്നെ സമ്പദ്ഘടനയിലെ സ്വയം പര്യാപ്തതയുമായിരുന്നു കേട്ടോ. ഭക്ഷ്യ സ്വയം പര്യാപ്തതയും അതുപോലെ തന്നെ സമ്പദ്ഘടനയിലെ സ്വയം പര്യാപ്തതയുമാണ് 3ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത്. എന്നാൽ വ്യാവസായിക വികസനം ഏതായിരുന്നു? അത് 2ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. അതുകൂടെ ഓർക്കുക. 5ാം പഞ്ചവത്സര പദ്ധതി സുസ്ഥിര വികസനമായിരുന്നോ? അല്ല. 5ാം പഞ്ചവത്സര പദ്ധതി എന്തിനാ ഊന്നൽ നൽകിയത്? നമ്മൾ ഗരീബി ഘടാവോ എന്നൊക്കെ പറഞ്ഞത് 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതിന്റെ അർത്ഥം എന്താ സുഹൃത്തുക്കളെ? ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു 5ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലാതെ സുസ്ഥിര വികസനമല്ല. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം മാനവശേഷി വികസനം. ശരി തന്നെയാണ്. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു? മാനവശേഷി വികസനം തന്നെയായിരുന്നു. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗ്രാമീണ വികസനമല്ല. ശ്രദ്ധിച്ചോളനെ, അത് സുസ്ഥിര വികസനമാണ്. ഓർക്കുക, എന്താണ്? സുസ്ഥിര വികസനമായിരുന്നു. ഒന്നുകൂടി പറയാം. 3ാം പഞ്ചവത്സര പദ്ധതി പ്രധാനമായും ലക്ഷ്യം വെച്ചത് ഭക്ഷ്യ സ്വയം പര്യാപ്തതയും അതുപോലെ തന്നെ സമ്പദ്ഘടനയിലെ സ്വയം പര്യാപ്തതയുമായിരുന്നു. 5ാം പഞ്ചവത്സര പദ്ധതി പ്രധാനമായും ലക്ഷ്യം വെച്ചത് എന്തിനായിരുന്നു സുഹൃത്തുക്കളെ? അത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിരുന്നു. നമ്മൾ ഗരീബി ഘടാവോ എന്നൊക്കെ പറഞ്ഞത് 5ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു. എന്നാൽ വ്യാവസായിക വികസനം ഏതായിരുന്നു? 2ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. ഇനി PSC ചോദിക്കുന്ന കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് 1ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. 8ാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത് മാനവ വിഭവ വികസനം തന്നെയായിരുന്നു. ശരിയാണ്. 8ാം പഞ്ചവത്സര പദ്ധതി പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചത് എന്താ? മാനവശേഷി വികസനത്തിന് തന്നെയായിരുന്നു. 12ാം പഞ്ചവത്സര പദ്ധതി എന്തായിരുന്നു? സുസ്ഥിര വികസനത്തിനായിരുന്നു. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? സുസ്ഥിര വികസനത്തിനായിരുന്നു. ഇത്രയുമാണ് നമ്മൾ 2021-24 കാലഘട്ടങ്ങളിൽ നടന്ന LGS ലെവൽ പരീക്ഷകളുടെ ഉത്തരങ്ങളുടെയും അവയുടെ വിശദീകരണത്തിന്റെയും പാർട്ട് 1 ആണ് സുഹൃത്തുക്കളെ. സുഹൃത്തുക്കൾ എല്ലാവരും ഇത് പഠിക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് LGSന് വേണ്ടിയിട്ടുള്ള പ്രിലിമിനറിക്ക് ഒരുപാട് സഹായകരമായിരിക്കും. ഇത്ര നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങൾ എത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.